Good afternoon. Sorry, good morning. Good morning all. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, രമ്യ മിസ്സിന്റെ കുറച്ച് റിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ദെൻ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഇമേജിന്റെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് നോക്കി? ഇമേജിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് വീഡിയോ സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കി ആരെങ്കിലും? ആരും നോക്കിയില്ല? നോക്കി? എക്സാം ഉണ്ട് ടേബിൾ. ഓക്കെ, എക്സാം ഓർത്തിരിക്കരുത് തോന്നണല്ലേ എല്ലാവരും? ഓക്കെ, അത് പഠിച്ചിട്ടുണ്ടോ? അനുഷമൻ പറഞ്ഞു എക്സാമിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാനുള്ള പോർഷൻസ് ഒന്ന് എടുക്കണം. നമ്മൾ ഇനി നെക്സ്റ്റ് എടുക്കുന്നത് ഇമേജ് ആണ് കേട്ടോ. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. നമ്മുടെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേരള ഗവൺമെന്റിന്റെ ഒക്കെ തന്നെ ഒരു പദ്ധതിയാണ് എന്താ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, പാലക്കാടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് പേരൊക്കെ വീഡിയോ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അത് മനസ്സിലായി കാണും അല്ലേ? അപ്പൊ ഇമേജ് ഇമ്പോർട്ടന്റ് ആണ്, ഫുൾ ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്. ഔട്ട് ഡിസ്ട്രിക്ട്. ഓക്കെ, അതെ, പാലക്കാടുകാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവർ പറഞ്ഞു തരും കേട്ടോ. പാലക്കാടുകാരുണ്ടെങ്കിൽ അവരാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു തരേണ്ടത്. ഓക്കെ, അപ്പൊ ഇമേജ് എന്നുള്ളത് പഠിക്കണം കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. ആ ഫുൾ ഫോം ഒന്ന് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് നോക്കാം. ഇമേജ് അസോസിയേറ്റ്സ് വിത്ത് ഓൾ മോഡേൺ മെഡിസിൻസ്, healthcare establishment in both private and government life, hospitals based on their strength, clinics based on number of rooms and facilities. ഇമേജ് അസോസിയേറ്റ്സ്, അതായത് ഇമേജിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. പ്രൈവറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റിലെയും. പ്രൈവറ്റിലെയും ഗവൺമെന്റിലെയും ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ ക്ലിനിക്സുകള്, ലബോറട്ടറി, ഇതെല്ലാം ഇമേജിന്റെ അംഗങ്ങളാണെന്ന്. അതായത് ഇമേജിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇനി പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ലൈഫ്, ഹോസ്പിറ്റൽ ബേസ്ഡ് ഓൺ ദെയർ ബെഡ് സ്ട്രെങ്ത്. ഹോസ്പിറ്റൽ അതിൽ അംഗമാകുന്നത് ആ ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ സ്മോൾ ഹെൽത്ത്? പഠിച്ചിട്ടില്ലല്ലോ നിങ്ങള്? സ്മോൾ ഹെൽത്ത് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ലാർജ്. അതായത് ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ സ്മോൾ സൈസ്ഡ് ആയിരിക്കും. ഇപ്പോ നമ്മള് ഒരു പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ബെഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ചിലപ്പോൾ ലാർജ് ഹോസ്പിറ്റലും അല്ലെങ്കിൽ സ്മോൾ സൈസ്ഡും ലാർജ് സൈസ്ഡും ഒക്കെ ഉണ്ടാകും. സോ അതനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റൽ. മൊഡ്യൂൾ 1 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിന് ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ ഇതിൽ അംഗമാകുന്നത്. അതുപോലെ തന്നെ ക്ലിനിക്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് റൂം ആൻഡ് ഫെസിലിറ്റീസ്. ക്ലിനിക്കുകളാണെങ്കിൽ അതിന്റെ റൂംസും ഫെസിലിറ്റികളും അനുസരിച്ചുകൊണ്ടാണ് അതിൽ അംഗമാകുന്നത്. Then lab based on diagnostic facilities. ലബോറട്ടറി ആണെങ്കിൽ അതിന്റെ ചികിത്സാ സൗകര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇതിൽ അംഗമാകുന്നത്. ഡെന്റൽ ക്ലിനിക് ബേസ്ഡ് ഓൺ ഡെന്റൽ ചെയേഴ്സ്. എത്ര ഡെന്റൽ ചെയേഴ്സ് ഉണ്ടെങ്കിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡെന്റൽ ക്ലിനിക്കും ഇതിൽ അംഗമാകുന്നത്. Then nominal non-returnable fee is being charged at the time of affiliation. അതായത് ഇത് അഫിലിയേഷന്റെ ടൈമിൽ ഒരു നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ഈ ഒരു അംഗങ്ങളിൽ നിന്നും ഈടാക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ നമ്മൾ വാങ്ങിക്കില്ലേ ഏതെങ്കിലും ഒരു ഇതില് മെമ്പർഷിപ്പ് ആകുമ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് ഏതെങ്കിലും ഒരു നിശ്ചിത എമൗണ്ട് അത് നോൺ റിട്ടേണബിൾ ആണ്, നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു എമൗണ്ട് ആണ്. സോ ഒരു നിശ്ചിത ഒരു എമൗണ്ട് ഫീസ് ഇതിൽ നിന്നും ഈടാക്കുന്നത്. Then the operating expense being met by charging a nominal monthly fee as operational cost declared for the category HCI, healthcare institution. ഇനി ഈ പ്രവർത്തനങ്ങൾ, അതായത് നമ്മള് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ എടുക്കുമല്ലോ. സോ ആ പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ്, ആ പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഒരു എമൗണ്ട് വരുന്നത്. അതായത് നമുക്കറിയാം ഇപ്പോൾ ചെറിയ ലാർജ് ആണെങ്കിൽ കുറച്ചുകൂടി അധികം വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു ചെറിയൊരു ഇതാണെങ്കിൽ അത്രയും നമുക്ക് വ്യത്യസ്തമായിരിക്കും അല്ലേ? അപ്പൊ അത് ഓരോരോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വ്യത്യസ്തമായിരിക്കും മന്ത്ലി ഫീസ് വാങ്ങിക്കുന്നു. സോ ഈ മന്ത്ലി ഫീസ് എല്ലാവർക്കും ഒരുപോലെയല്ല. ഹെൽത്ത് കെയറിന്റെ ആ ഒരു കാറ്റഗറി അനുസരിച്ച് ചിലപ്പോൾ ലാർജ് ആവാം, സ്മോൾ സൈസ് ആകാം ഇല്ലേ? സോ ആ കാറ്റഗറി അനുസരിച്ചിട്ട് മന്ത്ലി ഫീസ് വരുന്നത് വ്യത്യസ്തങ്ങൾ ആയിരിക്കും. ഇനി പറയുന്നത് അണ്ടർലൈൻ ചെയ്യാനുള്ള ഭാഗങ്ങളാണ്.
Image was started at പാലക്കാട്. അണ്ടർലൈൻ ചെയ്യാം. ഇമേജ് എന്നുള്ളൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാടുകാരുണ്ടോ? എത്ര പേരുണ്ടോ? ഒരാളുള്ളൂ? ഒരാളെ പറഞ്ഞല്ലോ. സൗമ്യ മാത്രമേ ഉള്ളൂ പാലക്കാട്. സുമിത, 2 പേരുണ്ട് പാലക്കാടുകാര്. ഓക്കെ. Then അപ്പോ ഇമേജ് വാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാടാണ്. ഇറ്റ് വാസ് കമ്മീഷൻഡ് ഓൺ 14th December 2003. ആ ഒരു ഡേറ്റ് അണ്ടർലൈൻ ചെയ്യുക. ഇത് കമ്മീഷൻ ചെയ്തത് ഡിസംബർ 14, 2003 ഇമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാട്. Then December 14, then 2003. Okay. The image plan has been working successfully from January 2004. 2003 ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്ത് കമ്മീഷൻ ചെയ്തു. എങ്കിലും അതിന്റെ പ്രവർത്തനം സക്സസ്ഫുള്ളി ആയിട്ട് തുടങ്ങിയത് എപ്പോഴാണ്? 2004. നെക്സ്റ്റ് മന്ത് അല്ലെ, ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തത്. Then നെക്സ്റ്റ് ഇയർ ആയല്ലോ 2004 അത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ആരംഭിച്ചു തുടങ്ങിയത്. Then 2004 has been providing commendable service to the state since its formation. Image thereby guarantees scientific removal of infectious waste generated from healthcare institutions across Kerala. ഒരു കമന്റബിൾ സർവീസ് ആണെന്ന്. എന്താ കമന്റബിൾ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് അത്. കമന്റബിൾ സർവീസ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എടുത്തു പറയാവുന്ന ഒരു സേവനം എന്ന് പറയും അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ പറയും അത്രയ്ക്കും പെർഫെക്റ്റ് ആണ്, ശരിക്കും എടുത്തു പറയാനുണ്ടെന്ന് പറയും അല്ലെ. അപ്പോ എടുത്തു പറയാനായിട്ടുള്ള രീതിയിലുള്ള ഒരു സർവീസസ് ആണ് ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. Image thereby guarantees scientific removal of infectious waste. ഗ്യാരണ്ടി കൊടുക്കുന്നത് സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു റിമൂവൽ ആണ് ഈ ഇമേജ് ചെയ്യുന്നത്. അത് എവിടെയൊക്കെയാണ്? ഹെൽത്ത് കെയർ, കേരളത്തിലുള്ള അക്രോസ് കേരളത്തിന് ഉള്ളിലുള്ള എല്ലാ ഹെൽത്ത് കെയറിൽ നിന്നുള്ള വേസ്റ്റുകൾ അവര് സ്വീകരിക്കുന്നു. ദെൻ അതിനെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് അതിനെ റിമൂവൽ ചെയ്യുന്നത്. പ്രകൃതിക്കും മനുഷ്യനും ഒന്നും ദോഷകരമല്ലാത്ത രീതിയിലുള്ള സയന്റിഫിക് രീതിയിലുള്ള ഒരു റിമൂവൽ പ്രോസസ് ആണ് ഇമേജ് ചെയ്യുന്നത്. Then within 48 hours, in line with the provisions laid down the Biomedical Waste Management Rules 2016, released by the Ministry of Environment and Forest, Government of India. Ministry of Environment Forest in the കീഴിലുള്ള 2016 മാനേജ്മെന്റ് മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരം 48 hours-നുള്ളിൽ 48 മണിക്കൂറിനുള്ളിൽ ഈ വേസ്റ്റ് മാലിന്യങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു? ഗ്യാദർ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 48 hours-നുള്ളിൽ നമ്മൾ മാലിന്യങ്ങളെ ഹോസ്പിറ്റലുകളിൽ നിന്നും ഇമേജ് പ്ലാന്റിലേക്ക് കളക്ട് ചെയ്തുകൊണ്ട് എത്തിക്കുന്നു. ഓക്കെ. ഇത്രയുമാണ് ഏകദേശം ഇമേജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫുൾ ഫോം നോക്കണം. ദെൻ ഇമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടാണ്. ദെൻ കമ്മീഷൻ ചെയ്തത് 14 December 2003 ദെൻ അത് കമ്മീഷൻ വർക്കിംഗ് ആയി തുടങ്ങിയത് 2004 ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വരുന്നത് 2016 അതിന്റെ ബേസിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ 48 hours-നുള്ളിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിലെ മെയിൻ പോയിന്റുകൾ. ഓക്കെ. ഒരുപാടൊന്നും നമുക്ക് വലിച്ചു വാരി പഠിക്കാനൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. Then next നോക്കാം. All government healthcare institutions under Directorate of Health Service Kerala and Director of Medical Education of Kerala are beneficiaries of special scheme of Image. ഇമേജിന്റെ ബെനഫിഷ്യറീസ്, അതായത് അവർക്ക് കുറച്ചുകൂടി ബെനഫിഷ്യറീസ് ആയിട്ടുള്ളവര് 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഓൾ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്തിന്റെ കീഴിലുള്ള എല്ലാ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന്റെ കീഴിലും അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലും വരുന്ന എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇമേജിന്റെ ബെനഫിഷ്യറീസ് ആണ്. Then image by which they are spared from paying affiliation fees and are made eligible for services from image at a subsidiary rate. ഇതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ, അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിന്റെയോ അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് സബ്സിഡിയറി റേറ്റിൽ മാത്രം മന്ത്ലി ഫീസ് വരുന്നുള്ളൂ.
സബ്സിഡീസ് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, കുറഞ്ഞൊരു റേറ്റിലായിരിക്കും മന്ത്ലി ഫീസ് വരുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്നതാണെങ്കിൽ. ഓക്കെ, ഇനി വേസ്റ്റിന്റെ ജസ്റ്റ് ആ ഒരു കണക്കാണ് അവിടെ പറയുന്നത്. On an average, about 55.8 tons of biomedical waste arrives at the image plant daily. ഓരോ ദിവസം ഡെയിലി 55.8 ടൺസോളം ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് ഇമേജ് പ്ലാന്റിലേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള വേസ്റ്റുകളാണ് ആ പ്ലാന്റിലേക്ക് എത്തുന്നത് അല്ലേ. അതില് 55.8% ആണ് ടോട്ടൽ വേസ്റ്റ് വരുന്നത്. അതില് 30.5 ടൺസ് വരുന്നത് ഇൻസിനറബിൾ വേസ്റ്റ് ആണെന്ന്. ഇൻസിനറബിൾ കത്തിക്കഴിഞ്ഞിട്ടുള്ള വേസ്റ്റുകളാണ്. ദാറ്റ് കളക്ടഡ് ഇൻ യെല്ലോ ബാഗ്. നമ്മൾ പറഞ്ഞില്ലേ, ടേബിൾ പഠിച്ചില്ലേ, യെല്ലോ ബാഗിൽ നമ്മൾ നിക്ഷേപിക്കുന്ന കത്തിച്ചിട്ട് വരുന്ന ചാരം അങ്ങനെയുള്ള കത്തിക്കഴിഞ്ഞിട്ടുള്ള വേസ്റ്റുകളാണ് 30.5 ടൺസ് വരുന്നത്. 19 ടൺസ് 19 ടൺസ് വരുന്നത് ഓട്ടോക്ലേവബിൾ വേസ്റ്റ്. നമ്മള് റെഡ് ബാഗിൽ കളക്ട് ചെയ്യുന്ന ഓട്ടോക്ലേവബിൾ ചെയ്യുന്ന വേസ്റ്റുകൾ. 5 tons are bottles. കുപ്പികളും മറ്റു പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് 5 ടൺസ് വരുന്നത്. 0.7 tons is sharp and metals. ഷാർപ്പ് വേസ്റ്റുകളും അതുപോലെ തന്നെ മെറ്റൽസുമാണ് 0.7 വരുന്നത്. 0.6 ടൺസ് വരുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻ. ഡേറ്റ് ഓഫ് മീൻസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസുകളാണ്. ജസ്റ്റ് ഒരു കണക്കാണ് പറയുന്നത്, കണക്കൊന്നും പഠിക്കേണ്ടതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചത് മനസ്സിലാക്കാം എത്രത്തോളം. അപ്പൊ അത്രയും മാലിന്യങ്ങളാണ് ഡെയിലി ഇമേജ് പ്ലാന്റിലേക്ക് വരുന്നതെന്ന്. This waste is gathered from all 30,000 plus healthcare centers across state of Kerala within 24 hours of its generation. കണ്ടോ, 13,000 പ്ലസ് അതിലുപരി ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നുമാണ് 24 മണിക്കൂറിനുള്ളിലാണ് ഇത്രയും 55.8 ടൺസ് വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോ ഇതെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവര് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. മറ്റു ദോഷങ്ങളൊന്നും വരാത്ത രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ഓക്കെ, ഇമേജ് പാലക്കാടുകാരായിട്ടുള്ളവർ കണ്ടിട്ടുണ്ടോ ഈ പ്ലാന്റ് എവിടെയാണെന്ന്? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? സൗമ്യ, വേറെ ഒരാൾക്കുണ്ടായിരുന്നല്ലോ, സുമിത, കണ്ടിട്ടില്ല? ഓക്കെ, അപ്പൊ ഇതൊന്നും അന്വേഷിക്കണമല്ലോ നിങ്ങൾ ആ ജില്ലക്കാരായതുകൊണ്ട്. ചിലപ്പോ അടുത്തായിരിക്കില്ല, ചിലപ്പോ ദൂരത്തൊക്കെ ആയിരിക്കുമല്ലേ. എങ്കിലും അതൊക്കെ ഒന്ന് കൂടുതലായിട്ട് അറിയാം. എപ്പോഴെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി കാണാം. ഓക്കെ, നമ്മൾ പഠിക്കണല്ലേ. അപ്പോ നമുക്ക് പറ്റുന്ന ദൂരത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പോയിട്ട് വിസിറ്റ് ഒക്കെ ചെയ്യാം. ഇങ്ങനെയുള്ളൊരു ഇമേജ് പ്ലാന്റ്, അതിനെ കുറിച്ചൊക്കെ കൂടുതലൊക്കെ അറിയാം. നമുക്ക് പഠിക്കാനോ അധികം ഒന്നുമില്ല, ഇത്രയും മാത്രം പഠിക്കാനുള്ളൂ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, ഇമേജ് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആണ് ഈ സെക്ഷൻ. രണ്ടായിരത്തി മൂന്നിലാണ് അത് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. അതായത് സ്ഥാപിതമായെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 2004 പ്രവർത്തനം ഓപ്പറേഷൻസ് തുടങ്ങിയത് 2004 ഡിസംബറിലല്ലേ. അപ്പൊ ഒരു 1 month കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത ഇയർ ആയല്ലോ. അപ്പൊ ഓക്കെ, ആ ഡേറ്റ് ഓർത്തിരുന്നാൽ മതി. 14th December 2003 അതാണ് അതിന്റെ മെയിൻ ഡേറ്റ് കേട്ടോ. എക്സാമിന് ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, കമ്മീഷൻ ചെയ്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്മീഷൻ ഓൺ അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ.
ഇമേജിന്റെ ഷോർട്ട് നോട്ട് പോലെ എഴുതി വെക്കണോ? റഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ചെറിയ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം ഒന്ന് എഴുതി വെക്കണോ? അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് പഠിച്ചോളൂ. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളൂ എല്ലാവരും. മെയിൻ കാര്യങ്ങൾ മാത്രം നോക്കാം കേട്ടോ. ഇമേജിന്റെ ഫുൾ ഫോം നോക്കണം. ദെൻ സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ആ കമ്മീഷൻ ചെയ്ത ഡേറ്റ് നോക്കാം. ദെൻ 48 അവേഴ്സ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഇതിനെ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ല അവരും? ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തല്ലോ. നെക്സ്റ്റ് വൺ പറയുന്നത് സിമ്പിൾസ് ആണ് കേട്ടോ. ഈ വേസ്റ്റ് മാലിന്യങ്ങളെയൊക്കെ സൂചിപ്പിക്കാനായിട്ടുള്ള ജസ്റ്റ് സിമ്പിൾസ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആണ്. നോക്കാം, ബയോ ഹസാർഡ്സിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ ആണത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ബയോ ഹസാർഡ്സ്. ദെൻ സൈറ്റോടോക്സിക്, വിഷാംശമുള്ള ഒരു ഏരിയ. ദെൻ കോഷൻ, കീമോതെറാപ്പി, ആ ഒരു ഏരിയയെ കാണിക്കുന്നതാണ് കീമോതെറാപ്പിയുടെ. ദെൻ വീണ്ടും ഒരു വാർണിംഗ് സിമ്പിൾ, ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഡിസ്പോസബിൾ ഓഫ് പ്രോപ്പർ ആയിട്ട് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ഒരു സിമ്പിൾ. ഓക്കെ, ജസ്റ്റ് സിമ്പിൾസ് ഒന്ന് നോക്കിയേ. എക്സാമിന് ചിലപ്പോൾ സിമ്പിൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വരാം. അല്ലെങ്കിൽ തന്നിട്ട് നമുക്ക് ഏതാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള സിമ്പിൾ ചോദിക്കാം. 4 സിമ്പിളേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ്. ബയോഹസാർഡ്സും സിമ്പിൾ സെയിം ആണ്. ഓക്കെ, മാനേജ്മെന്റ് ആണ്. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. ഇനി സിമ്പിളും അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടുള്ള സിമ്പിൾ അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ലബോറട്ടറിയിലൊക്കെ ഇതുപോലെ സിമ്പിൾസ് പഠിച്ചു. ലബോറട്ടറി പഠിച്ചോ? അതിൽ സിമ്പിൾസ് വരത്തില്ലേ കുറച്ച്? ലബോറട്ടറിയിലാണോ സിമ്പിൾസ്? ഓക്കെ, ലബോറട്ടറിയിൽ നിന്നൊക്കെ 1-2 സിമ്പിൾസ് ഒക്കെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അങ്ങനെ അധികം സിമ്പിൾസ് വെച്ച് ഇതുവരെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഇനി പഠിക്കുക. ഓക്കെ, നോക്കാം. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. മാനേജ്മെന്റും അഡ്മിനിസ്ട്രേറ്ററും ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ഉറപ്പുവരുത്തേണ്ടത് നോക്കാം. Every hospital must have well-defined awareness and training program for all the category of personnel concerning BMW, biomedical waste management. അതായത് എല്ലാ ഹോസ്പിറ്റൽസും വെൽ ഡിഫൈൻഡ് അവയർനെസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം, സ്റ്റാഫുകൾക്കും മറ്റുമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, അവയർനെസ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുകയാണ്. For all the category of personnel concerning BMW, BMW വേസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള പല എല്ലാ സ്റ്റാഫുകൾക്കും ഒരു അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. Training has to be given in suitable language in manner that is acceptable. Each hospital should set up a hospital waste management committee. ഇനി ട്രെയിനിങ് കൊടുക്കേണ്ടത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലായിരിക്കണം. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിലായിരിക്കും ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈച്ച് ഹോസ്പിറ്റൽ ഷുഡ് സെറ്റ് അപ്പ് എ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി. എല്ലാ ഹോസ്പിറ്റലും ഒരു ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. അപ്പൊ ഈ കമ്മിറ്റിയിൽ എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസലും ഹാൻഡിൽ ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്മിറ്റിയിൽ ഇടയ്ക്കൊന്ന് മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് അവതരിപ്പിക്കുക. Then
this committee should be liable for making hospital specific action plan for hospital waste management and its supervision, monitoring and implementation. ഇനി നമ്മൾ കമ്മിറ്റി രൂപീകരിക്കുമല്ലോ. ഈ കമ്മിറ്റി ലേബിൾ ഫോർ, ലേബിൾ എന്ന് വെച്ചാൽ എന്താണ്? കമ്മിറ്റിക്ക് ബാധ്യസ്ഥനായിരിക്കണം എന്ന്. എന്തിനെല്ലാം? മാലിന്യ സംസ്കരണത്തിനും അതുപോലെ തന്നെ മേൽനോട്ടം, സൂപ്പർവിഷൻ, ആ പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം വഹിക്കുക. അതുപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ ആക്ഷൻ പ്ലാനുകൾ, ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള പദ്ധതികളും, അതുപോലെ തന്നെ മോണിറ്ററിംഗ്, ഇംപ്ലിമെന്റേഷൻസ്, പുതിയ പുതിയ എന്താണ് ആശയങ്ങളൊക്കെ കൊണ്ടുവരാനും അല്ലെങ്കിൽ മോണിറ്ററിംഗ്, അതിനെ വിലയിരുത്താനും മറ്റും ഈ ഒരു കമ്മിറ്റി ബാധ്യസ്ഥമായിരിക്കണം. Then last one, the yearly reports, accident needed as required under BMW rules should be submitted to the concerned authorities as in keeping BMW rules format. അതായത് ബയോമെഡിക്കൽ മാനേജ്മെന്റ് റൂൾസ് പ്രകാരം 2016 റൂൾസ് പ്രകാരം ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സംഘടിപ്പിക്കണം. അതായത് ഓരോ വർഷത്തെ കണക്കുകൾ, എത്ര മാലിന്യങ്ങൾ ഇമേജിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മാലിന്യങ്ങൾ മറ്റു ഡിസ്പോസൽ ചെയ്യുന്നതും, അങ്ങനെ ഇയർലി ആയിട്ടുള്ളൊരു റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ ഒരു അത് എന്തനുസരിച്ചിട്ടായിരിക്കണം? ഈ ഒരു BMW ആ ഒരു റൂൾസിന്റെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും വേണം, അത് സമർപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ആ ഒരു സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മാനേജ്മെന്റും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. മെയിൻ ആയിട്ട് പറയുന്നത് ട്രെയിനിങ് കൊടുക്കുക, അവയർനെസ് കൊടുക്കുക. ദെൻ ഒരു ഹോസ്പിറ്റൽ കമ്മിറ്റി രൂപീകരിക്കണം, വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റി എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഇയർലി റിപ്പോർട്ട്സുകളൊക്കെ തയ്യാറാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. വായിച്ചു നോക്കുക കേട്ടോ പോയിന്റ്സുകൾ. രണ്ടായിരത്തി 16 ഈ റൂള് വന്നേന്ന്. 16 മാത്രം പറയുന്നുള്ളൂ, ഡേറ്റ് നോക്കണ്ട. അപ്പൊ ഡേറ്റ് അവിടെ പറയുന്നില്ല. 2016 വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആ റൂൾ പ്രകാരമാണ് ഇവരിങ്ങനെ കാര്യങ്ങൾ, അതായത് അവിടുത്തെ റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കേണ്ടത്. കംപ്ലീറ്റ് ചെയ്തോ? പോയിന്റ്സുകൾ വായിച്ചോ? മിസ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറയുന്നതാണോ? ഓക്കെ, എല്ലാ ചാപ്റ്ററിനെയാണ് ഉദ്ദേശിച്ചത്. നോക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ ലാസ്റ്റ് സെക്ഷൻ ആണ്, മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. നമ്മൾ ഈ പരമാവധി മാലിന്യങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. As far as possible,
purchase of reusable items made of glass and metal should be promoted. As far as possible, purchase of reusable ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റൽസോ ഗ്ലാസ് പോലുള്ള ഐറ്റംസുകൾ മാക്സിമം ഉപയോഗിക്കുക. Then choose non-PVC plastic items. PVC അല്ലാത്ത തരത്തിലുള്ള മറ്റു ഐറ്റംസ് വേണം ഉപയോഗിക്കുവാൻ. Adopt procedures and policies for genuine management of waste produced. അല്ലേ, നമ്മളിപ്പോ ഏത് വേസ്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് ജെനുവിൻ ആയിട്ടുള്ള മാനേജ്മെന്റും നടപടിക്രമങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരു ഷാർപ്പ് വേസ്റ്റ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അതാത് കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കുക, കൃത്യമായിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യുക. Then establish effective and sound recycling policy for plastic recycling and contact with the authorized manufacturers. അതായത് ഇപ്പോ റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായിട്ട് ഫലപ്രദമായിട്ടുള്ള ഒരു പുനരുപയോഗം, അതായത് നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം അതിന്റെ മാനുഫാക്ചേഴ്സുമായിട്ട് തീരുമാനിക്കുകയാണ്. കൂടുതലായിട്ട് നമ്മൾ റീയൂസബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാണ്. അപ്പൊ അത്രയും നമുക്ക് വേസ്റ്റും കാര്യങ്ങളും വരുന്നില്ല. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. ലാസ്റ്റ് വൺ പറയുന്നത് ഇഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് കൂടുതലായിട്ടും റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു മാനുഫാക്ചേഴ്സ് ആയിട്ട് ബന്ധപ്പെടുകയാണ്. അതായത് ഇപ്പോ ഏതെങ്കിലും പ്രൊഡക്ട്സുകളാണെങ്കിൽ അത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ആ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെടുക. ഇപ്പൊ കൂടുതലും പറയുന്നത് റീയൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അത്രയും വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തെല്ലാവരോ? ഇപ്പൊ നമ്മളുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ എടുക്കുന്ന ഭാഗത്തില ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസില ടീച്ചർ എടുക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ എടുത്തെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, ദെൻ ടേബിള് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചോ എല്ലാവരും? ടേബിള് പഠിച്ചോ? ഓക്കെ, ടേബിൾ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ദെൻ നമുക്ക് എടുത്ത ചാപ്റ്ററിൽ നിന്ന് റിവിഷൻസ് ചെയ്യണോ? ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ? ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ എടുത്തിട്ടുള്ള ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, വേണം. ഓക്കെ, ദെൻ അപ്പൊ ഒന്ന് ടേബിൾ നോക്കാം. 5 മിനിറ്റ് സമയം തരാം. പെട്ടെന്ന് ടേബിൾ നോക്കിയിട്ട് ടേബിൾ ഒന്ന് നോക്കാം കേട്ടോ. ടെക്സ്റ്റ് എടുത്തിട്ടില്ല, ടേബിൾ നോക്കാം കേട്ടോ.
ഓക്കെ, നോക്കിയോ? ടേബിൾ പഠിച്ചില്ലാവരോ? ഓക്കെ. ദെൻ ടേബിൾ എന്തായാലും പഠിക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ എടുത്ത ചാപ്റ്ററിന്റെ ജസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തുടങ്ങി നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. എക്സാം ഞാൻ ടൈം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, റിവിഷൻ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ടാണ് ടീച്ചർ റിവിഷൻ അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയാം, പെട്ടെന്ന് എനിക്ക് ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, ഓർമ്മയുണ്ടോ നോക്കണമല്ലോ, പഠിക്കുന്നുണ്ടോ നിങ്ങൾ? ഇടയ്ക്കൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ, പഠിക്കുന്നുണ്ടോ ഇല്ലയോന്ന്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാം കേട്ടോ. ടീച്ചർ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ പറ്റുന്ന പോലെ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? റെഡി ആണോ എല്ലാവരും? ഓക്കെ, എക്സാം പോലെ ഇത്രയും ക്വസ്റ്റ്യൻസ് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് പറയാം, ആൻസേഴ്സ് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്തത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ആണോ? ഓർമ്മയുണ്ടോ ഞാൻ ആദ്യം എടുത്ത ചാപ്റ്റർ ഏതാണെന്ന്? യെസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ച് എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും എങ്കിലും കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർ പറഞ്ഞു പോകാം. ഒ പി ഡി സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഒ പി ഡി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, എല്ലാവർക്കും അറിയാലോ ചാപ്റ്ററിന്റെ പേര്. ദെൻ നെക്സ്റ്റ് വൺ ചോദിക്കാം, അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ANC എന്ന് പറയുന്നത് എന്താണ്? ആന്റിനേറ്റൽ കെയർ നോൺ ആസ്. ആന്റിനേറ്റൽ കെയറിന് എന്താ പറയുന്നത്? പ്രഗ്നൻസി ടൈമിലുള്ള കെയർ, പ്രഗ്നൻസി കെയർ. ഓക്കെ, അറിയില്ലാത്തവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സാമ്പിൾ ഓഫ് ക്രോണിക് ഡിസീസ്. ക്രോണിക് ഡിസീസസിന് എക്സാമ്പിൾ പറയാമോ? ക്രോണിക് ഡിസീസ്, ക്രോണിക് ഡിസീസസിന് എക്സാമ്പിൾ ഏതാണ്? ക്യാൻസർ. ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘനാള് നീണ്ടു നിൽക്കുന്ന ഒരു അസുഖം, പെട്ടെന്ന് മാറുന്നില്ല, ഒരുപാട് നാള് അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ഓപ്ഷൻ തരണോ? ഓപ്ഷൻ തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഓപ്ഷൻ വേണ്ടാലോ, ഓപ്ഷൻ കിട്ടാൻ ടൈം പോകും, എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് കവർ ചെയ്ത് പോകണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ശ്രമിക്കട്ടോ, ശ്രമിച്ചു നോക്കൂ. നെക്സ്റ്റ് ചോദിക്കാം, ANM സ്റ്റാൻഡ് ഫോർ. ANM ഫുൾ ഫോം ആണ് കേട്ടോ, ANM-ന്റെ ANM ഫുൾ ഫോം എന്തായിരുന്നു? ANM ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങളല്ലേ? ANM സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഞാൻ പറയാം, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ് വൈഫ്. അതൊക്കെ പെട്ടെന്ന് ഞാൻ പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യണം അല്ലേ, കാരണം അത്രയും നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം. ANM. ഓക്കെ, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ് വൈഫ്. ദെൻ
Okay, so ANM, auxiliary nurse and midwife. Then next question ചോദിക്കാം. Who will assist to open new medical records? New medical records open ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? Answer ഇല്ല. Who will assist to open new medical records? OPD assistant. Answer OPD assistant ആണ് കേട്ടോ. Then guest relation officer, also known as guest relation officer, അറിയപ്പെടുന്ന മറ്റൊരു പേര്. Guest relation officer. കോർഡിനേറ്റർ ആണ്. ഫുൾ ആയിട്ട് പറഞ്ഞേ. Guest relation coordinator. അങ്ങനെ തന്നെ പറയണം കേട്ടോ. വെറുതെ കോർഡിനേറ്റർ എന്ന് മാത്രം പറയരുത്. Guest relation coordinator. Then അടുത്ത ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. All services are provided in a concise area which include all diagnostic and therapeutic facilities being provided in the same place. എല്ലാ സേവനങ്ങളും ഒരൊറ്റ പ്ലേസിൽ നിന്ന് കൊടുക്കുന്നു. അതിനെന്താ വിളിക്കുക? ഓപ്ഷൻ വേണോ? 2 ഓപ്ഷൻ മാത്രമേ ഉള്ളതില്. സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. ഇതിൽ ഏതാണെന്ന് പറയാം. എല്ലാം ഒരു ഏരിയയിൽ നിന്ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എക്സാമ്പിളെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. എല്ലാ പ്രവർത്തനങ്ങളും സർവീസസുകളും ഒറ്റ ഏരിയയിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ESTയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ESTയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓക്കെ, ആൻസർ എന്താണ്? സെൻട്രലൈസ്ഡ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആരും തെറ്റി A ഓപ്ഷൻ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ സെൻട്രലൈസ്ഡ് ആണ് കേട്ടോ അതിന്റെ കറക്റ്റ് ആൻസർ. Then next one. ഇനി എക്സാമ്പിൾ ഓഫ് റീഹാബിലേഷൻ സർവീസ്. റീഹാബിലേഷൻ സർവീസിനൊരു എക്സാമ്പിൾ ഏതാണ്? റീഹാബിലേഷൻ സർവീസസിന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഒന്നുമില്ല റീഹാബിലേഷൻ എക്സാമ്പിൾ. റീഹാബിലേഷൻ ഫിസിയോതെറാപ്പി കേട്ടോ. ഫിസിയോതെറാപ്പി ആണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഏകദേശം ഔട്ട് പേഷ്യൻസില കുറച്ച് എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ. അതില് റിപ്പീറ്റബിൾ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചത്. Then ഇനി നമ്മൾ നെക്സ്റ്റ് ഇൻപേഷ്യന്റ് എടുത്തത് ആണോ? ഔട്ട് പേഷ്യന്റ് കഴിഞ്ഞാൽ ഇൻപേഷ്യന്റ് ആണ്. ഓക്കെ, ഇനി ഇൻപേഷ്യൻസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. Dash means allowing a client to stay in the hospital for observation. ഒബ്സർവേഷന് വേണ്ടി പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്ത്? പെട്ടെന്ന് പറയാം. മലയാളത്തിൽ ഞാൻ പറഞ്ഞപ്പോ തന്നെ ആൻസർ കിട്ടിക്കാണും. ഒബ്സർവേഷന് വേണ്ടി പേഷ്യന്റിനെ നമ്മൾ അവിടെ താമസിപ്പിക്കുക എന്ന് പറയും അല്ലെങ്കിൽ അല്ലെ? ആൻസർ എന്താണ്? അഡ്മിഷൻ. അഡ്മിറ്റ് ചെയ്യുന്നതാണ്. അവിടെ കിടത്തിയിട്ടല്ലേ നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അഡ്മിഷൻ. Then next one നോക്കാം. Clients are admitted for investigation and planned treatment and surgeries. ഏത് ടൈപ്പ് അഡ്മിഷൻ ആണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ. Clients are investigation planned ആയിട്ടുള്ള അഡ്മിഷൻ, routine admission. Okay. Then next നോക്കാം. Heart attack accidents are example of which type of admission? Heart attack and accident cases. ഏത് ടൈപ്പ് അഡ്മിഷൻ ആണെന്ന്? എമർജൻസി അഡ്മിഷൻ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാം അല്ലെ? Then നോക്കാം. Whose duty of recording social data? സോഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? സോഷ്യൽ ഡാറ്റ റെക്കോർഡിംഗ്. പെട്ടെന്ന് ആൻസർ ചെയ്യാട്ടോ. സോഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ക്ലർക്ക്. ഓക്കെ, അറിയില്ലാത്തവരൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലോട്ട് ബൈ ഹാർട്ട് ചെയ്ത് ഇപ്പോഴേ പഠിക്കാം. ഓക്കെ, clerk. Then expanded form of MLC. MLC യുടെ expanded form ഏതാണ്? MLC stands for MLC, medico legal case. Okay, medico legal case. Then okay, for inventions ഏകദേശം നമ്മൾ പറഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആണത്. നെക്സ്റ്റ് വൺ ഇംപേഷ്യന്റ് കഴിഞ്ഞിട്ട് നമ്മള് ഹോസ്പിറ്റൽ വാർഡാണ് കൊടുത്തത്. ഹോസ്പിറ്റൽ വാർഡ് അല്ലേ?
ഓർമ്മയുണ്ടോ ചാപ്റ്റേഴ്സ് എല്ലാം ഏതൊക്കെയാണെന്ന്? ഓക്കെ, വാർഡാണ്. ഇപ്പൊ വാർഡിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. വാർഡ് സ്പേസ് ഏതൊക്കെയാണ്? വാർഡ് സ്പേസ്, വാർഡ് സ്പേസസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? കോഡ് എല്ലാവരും പറയുന്നുണ്ടല്ലോ. PNC, PNC ഏതൊക്കെയായിരുന്നു? PNC ഏതൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലനേഷൻ വേണം കേട്ടോ. PNC പേഷ്യന്റ്, നഴ്സ് ആൻഡ് കോറിഡോർസ്. ഓക്കെ, PNC എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റുമല്ലോ എല്ലാവർക്കും PNC. ഓക്കെ, then next വന്ന് ചോദിക്കാം. CTBS stands for CTBS full form ആണ് CTBS. CTBS ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്ന എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. CTBS cardiothoracic and vascular surgery. Okay, then oncology is the study of oncology. ഇതിനെ കുറിച്ചുള്ള സ്റ്റഡി ആണ്, അല്ലെങ്കിൽ ആ ഒരു oncology ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, then നോക്കാം. Who maintain and update patient database on computers and notified nursing staff on all diagnosis. പേഷ്യൻസിന്റെ ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫിനും മറ്റു ട്രീറ്റ്മെന്റ്സുകളും നോട്ടിഫൈ ചെയ്യുന്ന വ്യക്തി. ഗസ് ചെയ്ത് നോക്കൂ. ആൻസർ വന്നു കഴിഞ്ഞിട്ടോ. ഫ്ലോർ മാനേജർ ഓർ വാർഡ് ക്ലർക്ക് അല്ലേ? Then next one നോക്കാം. Who imparts knowledge for patients to health service and facilities? Who imparts knowledge of patients to health service and facilities? Patient relation officer, PRO. Okay, then who is worked as intermediary between the healthcare providers and patient? Intermediary ആയിട്ട് healthcare providersന്റെയും പേഷ്യൻസിനും ഇടയിലുള്ള intermediary ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? ആൻസർ PRO തന്നെ, patient relation officer. Okay, then അപ്പൊ ഏകദേശം ഹോസ്പിറ്റൽ വാർഡിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തത്? ICU ആയിരുന്നോ? ചാപ്റ്റർ ഏതായിരുന്നു? ICU തന്നെ. ഓക്കെ, ICUല് കുറച്ചധികം പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? അത്യാവശ്യം നല്ല മെഡിക്കൽ ടേംസുകളും കാര്യങ്ങളൊക്കെ വരുന്നുള്ള ഒരു ചാപ്റ്റർ ആണ് ICU. സോ നമുക്കത് നല്ല രീതിയിലൊന്ന് റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കാം. ICUന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ICU ഫുൾ ഫോം ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ആദ്യമേ തന്നെ അത് അറിയണമല്ലോ ICUന്റെ ഫുൾ ഫോം എന്താണെന്ന്. ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Then നോക്കാം. Unit within a hospital specializing in the care of critically ill infant, children, teenagers, etc. ഏത് ടൈപ്പ് ICU ആണെന്നാണ് കേട്ടോ. Unit with hospital specializing, ശ്രദ്ധിച്ച് കേട്ടിട്ട് ആൻസർ ചെയ്യണോ കേട്ടോ. ഒന്നും കൂടി ശ്രദ്ധിക്കാം. Unit within hospital specializing care, critically infant, children, teenagers, etc. ടീനേജേഴ്സും കൂടി ഉൾപ്പെടുന്നുണ്ട്. NICU ആദ്യം ഓപ്ഷൻ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വേണം അറ്റൻഡ് ചെയ്യാൻ. ഇത് തന്നെയാണ് എക്സാമിന്. നമ്മള് ഇൻഫന്റ് എന്ന് കേൾക്കുമ്പോ തന്നെ എന്ത് ചെയ്യും? NICU എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു ഒരു കോഡ് പ്രത്യേകം പഠിപ്പിച്ചു. എന്താണ്? ന്യൂബോൺ എന്ന് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ NICU. ഓക്കെ,
പീഡിയാട്രിക് വരുമ്പോഴാണ്, അതായത് ചിൽഡ്രൻ, ടീനേജേഴ്സ് ഇത് വരുമ്പോൾ ആൻസർ പീഡിയാട്രിക് ICU ആണ്. ഓക്കെ, സ്പെഷ്യലി ന്യൂ ബോൺ ബേബീസ് പറയുമ്പോഴാണ് NICU എഴുതേണ്ടത്. എന്ന് എടുത്ത് പറഞ്ഞു നോക്കണുണ്ടോ ക്ലാസ്സില്? എടുത്ത് പറഞ്ഞില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞത് ന്യൂറോ അല്ലെ, ന്യൂറോ അല്ല സോറി, NICU എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ന്യൂ ബോൺ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചൊക്കെ എഴുതണം. പെട്ടെന്ന് ആൻസർ ചാടി പോയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ പോലെ വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഡാഷ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ICUയിൽ ഒരു ഇമ്പോർട്ടന്റ് വ്യക്തിയാണ് അദ്ദേഹം. സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ICUയിലെ വ്യക്തി. ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ പറയുന്ന പേര്, ആ പേഴ്സന്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ICUയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അദ്ദേഹം. പ്രത്യേകം നമ്മൾ എടുത്ത് പറഞ്ഞായിരുന്നു. ഫിസിഷ്യൻ ആണോ? ഫിസിഷ്യൻ ഉണ്ട്. ഓക്കെ, ഫിസിഷ്യനെ കൂടാതെ ഇന്റൻസിവിസ്റ്റ് പ്രത്യേകമാണ് ഒരു ലൈൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇന്റൻസിവിസ്റ്റ് ആണ് ആൻസർ. സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ. ദെൻ നോക്കാം, റൊട്ടീൻ ICU റൗണ്ട്സ് ഷാൾ ഹെൽഡ് ഇൻ. എപ്പോഴാണ് ICUവിന്റെ റൊട്ടീൻ ടൈം എന്ന് പറയുന്നത്? കൃത്യസമയം ഉണ്ട് കേട്ടോ, മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ. ICU റൊട്ടീൻ ടൈം 9 to 11 AM. 9 to 11 ആണ് കേട്ടോ. 9 to 11 AM. Okay. Then next one, who is responsible for purchasing and servicing of ICU equipments? ICU equipments ന്റെ റെസ്പോൺസ് പർച്ചേസ് ചെയ്യുന്നതും അതിന്റെ സർവീസ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ആർക്കാണെന്ന്? ICU ഉപകരണങ്ങൾ വാങ്ങിക്കുക, അത് സർവീസ് ചെയ്യുക. ICU ഇൻചാർജ്. ആൻസർ എന്താണ്? ICU ഇൻചാർജ്. Then next question നോക്കാം. Who is liable to answer basic questions and provide general information regarding ICU? ബേസിക് ക്വസ്റ്റ്യൻസ് ഉത്തരം പറയാനും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ ICUവിനെ കുറിച്ചിട്ടുള്ള കൊടുക്കുന്നത് ആരാണെന്ന്? ICU സെക്രട്ടറി. ഓക്കെ, ആൻസർ ഏതാ? ICU സെക്രട്ടറി. ഇതൊക്കെയാണ് ഏകദേശം റിപ്പീറ്റബിൾ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ICU എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? നമ്മള് വെന്റിലേറ്റർ ആണോ എടുത്തത്? വെന്റിലേറ്ററിൽ നോക്കാം കേട്ടോ. വെന്റിലേറ്ററിൽ നോക്കാം. ARDS stands for, ഫുൾ ഫോം പറയാം കേട്ടോ. ARDS ഫുൾ ഫോം എന്തായിരുന്നു? ARDS. ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ARDS, acute respiratory distress syndrome. Okay, then next one നോക്കാം. COPD ഫുൾ ഫോം ആണ്. COPD. COPD. Chronic obstructive pulmonary disease. ഇതൊക്കെ എക്സാമിന് ചോദിക്കോട്ടെ, എപ്പോഴും ചോദിക്കാറുണ്ട്. Then air seeps into space between lungs and chest wall is called. അതായത് നമ്മളുടെ ചെസ്റ്റ് വാൾസിനുള്ളിൽ എയർ വന്ന് നിറയുന്ന അവസ്ഥയെ പറയുന്ന പേര്. പിക്ചർ ഞാൻ എടുത്ത് കാണിച്ചു തന്നതാണ്. നമ്മളുടെ ന്യൂമോതൊറാക്സ്. ന്യൂമോതൊറാക്സിന്റെ പിക്ചർ ഞാൻ കാണിച്ചു നോക്കുന്നുണ്ടോ? പിക്ചർ പ്രത്യേകം എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ന്യൂമോതൊറാക്സ് ആണ് കേട്ടോ. ചെസ്റ്റ് വാൾസിൽ കഫം പോലത്തെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. Then next one, what is caused by renal failure? Renal failure എന്തുകൊണ്ടാണ് വരുന്നതെന്ന്? Renal failure വരാനുള്ള കാരണം എന്താണെന്ന്? ഫ്ലൂയിഡ് ഓവർലോഡ് അല്ലെ, ഫ്ലൂയിഡ് വന്ന് ഓവർ ആവുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് renal failure വരാനായിട്ട് ചാൻസ് വരുന്നത്. Then what is meant by larynx? Larynx എന്ന് പറയുന്നത് എന്താണ്? Larynx
larynx, voice box. Okay. ചെറിയൊരു ചാപ്റ്റർ ആണല്ലോ, ഏകദേശം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു നമ്മൾ ലാസ്റ്റ് എടുത്തത്? ലബോറട്ടറീസ് എടുത്തില്ലേ? ഓക്കെ. മോർച്ചറി സർവീസസ് എടുത്തായിരുന്നോ? MMS എടുത്തിട്ടുണ്ടല്ലോ, എടുത്തതാണ്. ഓക്കെ. ലേബർ റൂം ഉണ്ട് അല്ലെ? ലേബർ റൂം നോക്കാം കേട്ടോ. ലേബർ റൂം ഓൾസോ നോൺ ആസ്, ലേബർ റൂം അറിയപ്പെടുന്നത് ഏതാണ്? ലേബർ റൂം ഓൾസോ നോൺ ആസ്, മറന്നുപോയോ? ബർത്തിങ് യൂണിറ്റ്. ഓക്കെ. Then LBW full form. LBW full form ഇല്ല. ലേബർ റൂം, സോറി, LBW operating room. LBW low birth weight. Okay. Then LDRP full form എന്താ? LDRP labor, delivery, recovery and postpartum. Then ലേബർ റൂമിൽ നിങ്ങൾ ആ സോൺസുകൾ പഠിക്കണം കേട്ടോ, പ്രത്യേകമായിട്ടും. സോൺസുകളില്ലേ, അതായത് നമ്മൾ പ്രൊട്ടക്റ്റീവ് സോണും അങ്ങനെ 3 സോൺസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 3 സോൺസുകൾ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാം കേട്ടോ. ചെറിയ ചാപ്റ്റർ അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോ നന്നായിട്ട് പഠിക്കണം. അപ്പൊ ടീച്ചർ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സുകൾ ഞാൻ എടുക്കുന്ന പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ചെറിയ റിവിഷൻ പോലെയൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പഠനമാണ് ആവശ്യം. നല്ല രീതിയിൽ പഠിക്കുക. നന്നായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കണം. സ്വയം പഠിക്കണം, മറ്റാർക്കും പഠിക്കാൻ പറ്റില്ല. അല്ലേ? നമ്മൾ തന്നെ അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി പഠിക്കുക. ദെൻ ഓക്കെ ആണ് എല്ലാവരും? എടുത്ത ഭാഗങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ. നന്നായിട്ടൊക്കെ പഠിക്കുക, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യണം. കുഴപ്പമില്ല. അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല എക്സാം. അത്യാവശ്യം നമ്മൾ ക്ലാസ്സിലെ കറക്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പ്രത്യേകം ഞാൻ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരൊറ്റ സെന്റൻസ് വായിച്ചിട്ട് നമ്മൾ ആൻസർ അങ്ങനെ ഓപ്ഷനിൽ പോയിട്ട് ടിക്ക് ചെയ്യും. അങ്ങനെയില്ല, ഒരു 2 പ്രാവശ്യം വായിക്കാം. അതിന് ഒത്തിരി സമയം പോയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് 2 പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. ഓക്കെ. Okay, thank you all.